അയാൾ ഈ ഐലൻഡിൽ ജീവിച്ചു വരുന്ന ആളാണ്. അയാൾക്ക് ഈ ഐലൻഡിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയാം. സോ ഹെറക്കിൾസ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഊസോപ്പിന് പറഞ്ഞു കൊടുക്കും. ഇനി അടുത്തത് നമ്മുടെ സോറോ വന്ന് എത്തിയത് ഒരു ഇരുണ്ട ഐലൻഡിലാണ്. ഈ ഐലൻഡിന്റെ പേര് കുറൈഗാന ഐലൻഡ്. ഇവിടെ സോറോയെ സഹായിക്കാൻ ത്രില്ലർ ബർക്കിലെ പെരോന എന്ന് പറയുന്ന ആ പെണ്ണുണ്ട്. മുമ്പ് കൂമ പെരോനയെ ടച്ച് ചെയ്ത് പറഞ്ഞയച്ചത് ഈ ഒരു ഐലൻഡിലേക്കാണ്. സോ ഇപ്പൊ അവിടെ എത്തിയ സോറോയെ അവളാണ് നോക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ അവൾക്ക് കൂട്ടായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് സോറോയെ ഒരു പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സോറോ സമ്മതിക്കുമോ? സോറോയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണം. ഇനി നമ്മുടെ ബ്രൂക്ക് വന്ന് എത്തിയത് നമക്കൂറ എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. ഈ സ്ഥലത്തുള്ളത് ദൈവത്തിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ന് പറയില്ലേ, അതുപോലെയുള്ള ആൾക്കാർ. അവരിങ്ങനെ വട്ടത്തിൽ നിന്ന് ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബ്രൂക്ക് അതിന്റെ നടുവിൽ വന്ന് വീണത്. അപ്പൊ അവര് വിചാരിച്ചത് ബ്രൂക്ക് ദൈവമാണെന്നാണ്. അങ്ങനെ ബ്രൂക്കിന്റെ കാര്യം ഏകദേശം ഓക്കെ ആയില്ലേ. സോ നമ്മുടെ ലൂഫി അല്ലാതെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് വന്ന് പെട്ടത് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇപ്പൊ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് മറൈൻ ഫോർഡ് എന്നും പറയാം. ഈ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് മറൈൻ ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ഇപ്പൊ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ലോകത്തിലുള്ള എല്ലാ മറൈൻ ഓഫീസേഴ്സും വരുന്നുണ്ട്. ലൂട്ടനന്റ്, ക്യാപ്റ്റൻ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, പിന്നെ ഒരുപാട് മറൈൻ സോൾജേഴ്സ്, ഇവരൊക്കെ മറൈൻ ഫോർഡിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഇവരൊക്കെ വന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. എയ്സിന്റെ എക്സിക്യൂഷന് വേണ്ടിയാണ്. അത് എയ്സിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയല്ല, വരാൻ പോകുന്ന ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്താൻ വേണ്ടി. അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാ മറൈൻ ഓഫീസേഴ്സും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്താണ് ബോവ ഹാൻകോക്കിനെയും കൊണ്ട് ഇംബിൾ ടൗണിലേക്ക് വരുന്ന മൊമങ്ക വരുന്ന വഴിയിൽ വെച്ച് ഒരു പൈററ്റ് ക്രൂവിനെ കാണുന്നത്. ആ പൈററ്റ്സ് നമ്മുടെ ബഗ്ഗി പൈററ്റ്സ് ആണ്. അവരും പോകുന്നത് ഈ സെയിം ഇംബിൾ ടൗണിലേക്ക് തന്നെയാണ്. അവരുടെ ക്യാപ്റ്റൻ ബഗ്ഗിയെ ഇംബിൾ ടൗണിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ബഗ്ഗിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ബഗ്ഗിയുടെ ക്രൂ. ബഗ്ഗിയുടെ ക്രൂവിൽ ഒരു പുതിയ മെമ്പർ കൂടെ ചേർന്നിട്ടുണ്ട്. നമ്മൾ വൺ പീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ആൽവിഡയാണ് അവരുടെ ക്രൂവിലെ പുതിയ മെമ്പർ. ഇപ്പൊ അവരുടെ ഈ ഒരു ക്രൂവിനെ കാണുന്ന മൊമങ്ക അവിടെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് തന്നെ എത്തും, അന്ന് പിടിച്ചോളാം എന്ന് പറഞ്ഞ മൊമങ്ക നേരെ ഇംബിൾ ടൗണിലേക്ക് പോകുന്നു. അങ്ങനെ അവര് ആ വലിയ ഗേറ്റ് തുറന്ന് ഇംബിൾ ടൗണിലേക്ക് എത്തി. ഇനി ഇംബിൾ ടൗണിലേക്ക് കയറുന്നതിന് മുമ്പ് അവർക്ക് ബോവ ഹാൻകോക്കിനെ ചെക്ക് ചെയ്യണം. അതിന് കാരണമുണ്ട്, അവൾ ആദ്യം ഒരു പൈററ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സംശയം ഉണ്ടാവുമല്ലോ. സോ അതിന് വേണ്ടിയാണ് അവർ ബോവ ഹാൻകോക്കിനെ ഇംബിൾ ടൗണിലേക്ക് കയറുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിൽ സീപ്രിസം സ്റ്റോൺ ഒക്കെ ഇടും. അതുകൊണ്ട് ബോവയ്ക്ക് അവളുടെ പവർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടെ എത്തിയ വൈസ് അഡ്മിറൽ മൊമങ്കയും ബോവയും ഇംബിൾ ടൗണിന്റെ വാർഡൻ ഹാനിബലിന്റെ അടുത്തേക്ക് എത്തി. ഇയാളാണ് ഇംബിൾ ടൗണിന്റെ വാർഡൻ. അതുപോലെ ഇയാളുടെ ഒപ്പമുള്ള ലേഡിയുടെ പേര് ഡോമിനോ, ഈ ഇംബിൾ ടൗണിന്റെ ഹെഡ് ജയിലർ. ഈ ഡോമിനോയാണ് ബോവയെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഡോമിനോ ബോവയെ കൊണ്ടുപോകുന്ന സമയത്ത് ചുറ്റുമുള്ള ഇംബിൾ ടൗണിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് വാർലോഡുകളായിരുന്ന ജീംബെ, ക്രോക്കഡൈൽ, കൂടാതെ ലോകത്തിലുള്ള ഏറ്റവും വലിയ കുറ്റവാളികൾ വരെ ഇവിടെയുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോമിനോ ബോവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഡോമിനോ ബോവയുടെ ബോഡി ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ബോവ പെട്ടെന്ന് അവളുടെ പവർ യൂസ് ചെയ്ത് ഡോമിനോയെ കല്ലാക്കി മാറ്റി. കാരണം ഇപ്പൊ ചെക്ക് ചെയ്ത ലൂഫി പിടിക്കപ്പെടുമല്ലോ. അതുകൊണ്ട് ഡോമിനോയെ കല്ലാക്കി മാറ്റിയതിനു ശേഷം നമ്മുടെ ലൂഫി പുറത്തേക്ക് വന്നു. ഇനി ഒരുപാട് നേരമൊന്നും ലൂഫിക്ക് ബോവയുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അവന്റെ ബ്രദറിനെ കണ്ടുപിടിക്കാനുള്ള സമയമായി. അതുകൊണ്ട് എയ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ലൂഫി അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ബോവയുടെ കൈ പിടിച്ച് ലൂഫി നന്ദി പറയുന്നുണ്ട്. അതിലാവട്ടെ ബോവയും വളരെ റൊമാൻറ്റിക് ആയിട്ട് വീണു. ശേഷം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബോവയെ വാർഡൻ ഹനിബൽ അവിടെ നിന്ന് ഇംബിൾ ടൗൺ ഒക്കെ ചുറ്റിക്കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ബോവയ്ക്ക് ഇംബിൾ ടൗൺ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ ലൂഫിയെ സഹായിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. അല്ലെങ്കിൽ അവൾക്ക് നേരെ മറൈൻ ഫോർഡിലേക്ക് പോയാൽ മതി. പക്ഷേ ലൂഫിയെ സഹായിക്കാൻ വേണ്ടിയാണ് ബോവ ഇവിടേക്ക് വന്നത്. വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം പറയണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഇംബിൾ ടൗൺ ചുറ്റിക്കാണാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ബോവയെ അവളുടെ കൂടെയുള്ള ആൾക്കാർ അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ലൂഫി അവന്റെ സഹോദരനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. അതും ലോകത്തിലെ ഇത്രയും കൊടൂരമായിട്ടുള്ള ഇംബിൾ ടൗൺ എന്ന് പറയുന്ന ജയിലിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഇംബിൾ ടൗൺ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ ജയിൽ എങ്ങനെയാണ്, എവിടെയാണ്, ഇവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇംബിൾ ടൗൺ എന്ന് പറയുന്ന ഈ ഒരു ജയിലിനെ ഏതാണ്ട് 6 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ലെവൽ 1, 2, 3 അങ്ങനെ 6 ലെവലായിട്ട് ഇവർ ആൾക്കാരെ കൊണ്ടുപോയി ഇടും. ഈ ഇംബിൾ ടൗണിന്റെ 6 ലെവലും വെള്ളത്തിന്റെ അടിയിലാണുള്ളത്. അതായത് വെള്ളത്തിലാണ് ഇംബിൾ ടൗൺ, കടലിന്റെ അടിയിലാണ്. അവിടേക്ക് കയറാനുള്ള ഒരു ചെറിയ എൻട്രൻസ് മാത്രമാണ് വെള്ളത്തിന്റെ മുകളിലുള്ളത്. ബാക്കി ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള ഭാഗം വെള്ളത്തിന്റെ അടിയിലാണ്. കൂടാതെ ഇംബിൾ ടൗൺ കാംബെൽറ്റിലാണ് ഉള്ളത്. അതായത് ഞാൻ പറഞ്ഞു ഇംബിൾ ടൗൺ വെള്ളത്തിലാണെന്ന്. ശരിയാണ്, ഇംബിൾ ടൗൺ വെള്ളത്തിലാണ്. പക്ഷെ ആ വെള്ളം എന്ന് പറയുന്നത് കാംബെൽറ്റിന്റെ ഭാഗമാണ്. എനിസ് ലോബി കഴിഞ്ഞാൽ നേരെ അടുത്തത് ഇംബിൾ ടൗൺ ആണ്. അപ്പൊ ആ ഒരു ഇംബിൾ ടൗൺ ഉള്ളത് കാംബെൽറ്റിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ കാംബെൽറ്റിലുള്ള ഇംബിൾ ടൗണിന്റെ അകത്ത് നിന്ന് ഒരാൾക്കും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ഇനി അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വലിയ ഗേറ്റ് തുറക്കണം. ഇനി അത് തുറന്നാൽ പോലും അവർ നേരെ പോകാൻ പോകുന്നത് മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്. ആയിരക്കണക്കിന് മറൈൻ സോൾജേഴ്സ് ഉള്ള, മറൈനിലെ വൈസ് അഡ്മിറൽസ് ഉള്ള, മറൈനിലെ 3 അഡ്മിറൽസ് ഉള്ള സ്ഥലത്തേക്ക്. ഇനി ഇംബിൾ ടൗണിന്റെ ചീഫ് വാർഡനാണ് മജലൻ. ഈ മജലൻ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. ഡോക്കു നോമി അല്ലെങ്കിൽ വെനം ഫ്രൂട്ട്, ഒരു പാരമീസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിന്റെ പവറാണ് ഇവന് പോയിസൺ ഉണ്ടാക്കാൻ പറ്റും. ഇവന്റെ ബോഡിയുടെ അകത്ത് നിന്ന് പോയിസൺ വരും. ആ പോയിസൺ ഇവന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന പോയിസൺ കൊണ്ട് ഒരാളെ വേണമെങ്കിൽ കൊല്ലാം. അത്രയ്ക്ക് പവറാണ് അവന്റെ പോയിസൺ. അവനൊന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടാൽ മതി, ആ ഒരു ശ്വാസത്തിൽ ഉണ്ടാവും കുറച്ച് പോയിസൺ. കുറച്ചൊന്നല്ല, അത്രയും മാരകമായിട്ടുള്ള പോയിസൺ. ഇങ്ങനെ പോയിസൺ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മെജലൻ. ഇനി മെജലന്റെ തൊട്ട് താഴെയുള്ള വാർഡനെ നമ്മൾ കണ്ടു, ഹനിബൽ. മെജലൻ ഇംബിൾ ടൗണിൽ ഇല്ലെങ്കിൽ ആ സ്ഥലത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഹനിബൽ ആണ്. കൂടാതെ ഇംബിൾ ടൗണിൽ ഒരുപാട് ട്രാൻസ്പോണ്ടർ സ്നെയിലുകളുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ട്രാൻസ്പോണ്ടർ സ്നെയിലിൽ മുഴുവൻ ആൾക്കാരെ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ട്രാൻസ്പോണ്ടർ സ്നെയിലാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇവിടെയുള്ള ട്രാൻസ്പോണ്ടർ സ്നെയിലിൽ വിഷ്വൽ കാണാൻ പറ്റും. അതായത് ഒരു CCTV പോലെ ഈ ഇംബിൾ ടൗൺ മുഴുവൻ ഈ വിഷ്വൽ ട്രാൻസ്പോണ്ടർ സ്നെയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തടവുള്ളികൾ എന്ത് ചെയ്താലും അവിടെയുള്ള ഗാർഡ്സിന് അത് കാണാൻ പറ്റും. അവരെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചാൽ പോലും. ഇനി ഇംബിൾ
ഡൗണിലെ 6 ലെവൽസ്, അതായത് കൊടൂരമായിട്ടുള്ള കുറ്റവാളികളെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ലെവലായിട്ട് തിരിച്ചിട്ടില്ലേ, അതിലെ ഒന്നാമത്തെ ലെവലിനെ ക്രിംസൺ ഹെൽ എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു നരകം എന്താണോ അതാണ് ഈ ക്രിംസൺ ഹെൽ. ഇവിടെ കൊണ്ടുവന്നിരുന്ന കുറ്റവാളികൾ ഏറ്റവും ലോ ലെവലായിട്ടുള്ള കുറ്റവാളികളാണ്. അത് 15 മില്യൺ ബെറിക്ക് താഴെ വരുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിടും. ഈ ഒരു ലെവൽ 1 മുഴുവൻ ഷാർപ്പായിട്ടുള്ള ബ്ലേഡുകളാണ് ഉള്ളത്. ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മരം, പുല്ല് എന്ന് വേണ്ട എല്ലാതും ഷാർപ്പായിട്ടുള്ള നല്ല കൂർത്ത ബ്ലേഡുകൾ. സോ ഇങ്ങനെ ഈ കൂർത്ത ബ്ലേഡുള്ള ഈ ലെവലിലേക്ക് 15 മില്യൺ ബൗണ്ടിയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിടും. ഇവിടെ അവരെ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ചോദിച്ചാൽ അറിയില്ല. ഈ ഒരു സ്ഥലം മുഴുവൻ കാണാൻ ചുമന്ന കളറാണ്. കാരണം അവിടെ കൊണ്ടുവന്നിട്ട് ജയിൽ പുള്ളികളുടെ ബ്ലഡ് ആണത്. ഷാർപ്പായിട്ടുള്ള ബ്ലേഡിൽ തട്ടി മുറിഞ്ഞ് അവരുടെ ബോഡിയിലുള്ള ബ്ലഡ് മുഴുവൻ പുറത്തേക്ക് വന്ന് അതാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി കാണാനുള്ളത് ലെവൽ 2. ഈ ലെവൽ 2നെ വൈൽഡ് ബീസ്റ്റ് ഹെൽ എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ലെവലില് ഒരുപാട് ബീസ്റ്റുകളുണ്ട്, വലിയ ജയന്റ് ആയിട്ടുള്ള ബീസ്റ്റുകൾ. ഈ ഒരു ലെവലിൽ കൊണ്ടുവന്നിരുന്ന ആൾക്കാർ 50 മില്യൺ ബൗണ്ടിക്ക് താഴെ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടാൻ നോക്കി ഈ ബീസ്റ്റുകൾ പിടിച്ച് തിന്നു കളയും. നമ്മൾ നേരത്തെ കണ്ട ലെവൽ 1നേക്കാളും നല്ലത് ഈ ലെവൽ 2 ആണ്. കാരണം അടങ്ങി ഒതുങ്ങി ഇരുന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. മറ്റേത് അങ്ങനെയല്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ബ്ലേഡിന്റെ മുകളിലൂടെ നടക്കണം. നടന്നിട്ടില്ലെങ്കിൽ അവിടെയുള്ള ഗാർഡ്സ് അവരെ കൊണ്ട് നടത്തിക്കും. അതിനേക്കാളും എത്രയും ഭേദം ഈ ഒരു ലെവൽ 2 ആണ്. ഇനി ലെവൽ 3യിലേക്ക് വരുമ്പോൾ ലെവൽ 3യുടെ പേരാണ് സ്റ്റാർവേഷൻ ഹെൽ. 50 മില്യൺ ബൗണ്ടിയുടെ മുകളിൽ വരുന്ന ആൾക്കാരെയാണ് ഈ ഒരു സ്റ്റാർവേഷൻ ഹെല്ലിൽ കൊണ്ടുവന്നിടുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവിടെ ഭയങ്കര ചൂടാണ്. കുറച്ചു നേരം വെറുതെ നിന്ന തൊണ്ട പറ്റിയ ആൾക്കാർ മരിക്കും, അത്രയും ചൂട്. ഇത്രയും ചൂടുള്ള സ്ഥലത്ത് അവർ 50 മില്യൺ ബൗണ്ടിക്ക് മുകളിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിടും. അടുത്ത ലെവലാണ് ലെവൽ 4. ഈ ലെവലിന്റെ പേരാണ് ബ്ലേസിംഗ് ഹെൽ. നമ്മൾ നേരത്തെ കണ്ട ലെവൽ 3 അത്രയും ചൂടായിട്ടിരിക്കാനുള്ള കാരണം ലെവൽ 4 ആണ്. എന്താന്ന് വെച്ചാൽ ഈ ലെവൽ 4ൽ ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് പോലെ ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ചോരയിലേക്ക് ആ ലെവൽ 4ലേക്ക് ഇടാനുള്ള കുറ്റവാളികളെ കൊണ്ടുവന്നിടും. അവരെ ചോരയിൽ പുഴുങ്ങിയെടുക്കും. അതാണ് ലെവൽ 4ലുള്ള ശിക്ഷ. ഇനി ലെവൽ 5ലേക്ക് വരുമ്പോൾ ലെവൽ 4ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലെവൽ 5. ഈ ലെവലിന്റെ പേര് ഫ്രീസിംഗ് ഹെൽ. പേരിൽ തന്നെയുണ്ട് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. ആ സ്ഥലത്ത് കൊടും തണുപ്പാണ്. 100 മില്യൺ ബൗണ്ടിയുടെ മുകളിലേക്ക് വരുന്ന ആൾക്കാർ അവിടെ കൊണ്ടുവന്നിടും. അവിടെ കൊണ്ടുവന്നിരുന്ന ആൾക്കാർക്ക് ഒന്ന് രക്ഷപ്പെടാൻ പോയിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, അത്രയും തണുപ്പ്. ചൂട് എങ്ങനെയാണോ അത്രയും ഡേഞ്ചർ ആണ് തണുപ്പ്. ഈ ലെവൽ 5ല് എപ്പോഴും ജയിൽ പുള്ളികൾ ജയിലിന്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ജയിലിന്റെ അകത്താണ് കുറച്ചെങ്കിലും തണുപ്പ് കുറവ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിലേറെ തണുപ്പാവും. ഇനി ആരെങ്കിലും പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പുറത്ത് അവരെ കാത്ത ഒരുപാട് വോൾഫുകളുണ്ട്. ആ വോൾഫ് അവരെ കൊന്നു തിന്നോളൂ. ഈ ലെവൽ 5 കഴിഞ്ഞ അടുത്ത ലെവലാണ് ലെവൽ 6. ഈ ലെവലിന്റെ പേര് ഇറ്റേണൽ ഹെൽ. മറൈൻസ് പിടിച്ചുകൊണ്ടുവരുന്ന കുറ്റവാളികളിൽ ഏറ്റവും ബൗണ്ടി കൂടിയവര്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ എല്ലാവരെയും കൊണ്ടുവന്നിടുന്നത് ഈ ഇറ്റേണൽ ഹെല്ലിലാണ്. നമ്മുടെ ലൂഫിയുടെ ബ്രദർ ഏസും ഈ ലെവലിലാണുള്ളത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതിന്റെ അകത്തേക്ക് ഒരാളെ കൊണ്ടുവന്നിട്ടാൽ പിന്നെ അവർ പുറം ലോകം കാണില്ല. അവർ മരിക്കുന്നത് വരെ ഇതിന്റെ അകത്ത് കിടക്കണം. അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു ചാൻസും ഈ സ്ഥലത്ത് നിന്ന് ഉണ്ടാവില്ല. സോ ഇതാണ് ഇമ്പിൾ ഡൗൺ, അല്ലെങ്കിൽ ഇത്രയും ഉണ്ട് ഇമ്പിൾ ഡൗൺ. സോ ഇത്രയും കൊടൂരമായിട്ടുള്ള ഒരു ജയിലിലേക്കാണ് നമ്മുടെ ലൂഫി അവന്റെ ബ്രദറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത്. പോവാ ഹാൻകോക്കിനോട് ലൂഫി അവനെ അവിടേക്ക് എത്തിച്ചതിന് നന്ദി പറഞ്ഞ് അവൻ നേരെ ഇപ്പൊ ലെവൽ 1ലേക്ക് എത്തി. ലെവൽ 1ലൂടെ അങ്ങനെ ഓടിപ്പോകുന്ന ലൂഫിയോട് അവിടെ ജയിലിന്റെ അകത്തുള്ള ആൾക്കാർ ലൂഫിയോട് ചോദിക്കും, നീ എങ്ങനെ പുറത്തിറങ്ങി? അത് കേട്ട് നമ്മുടെ ലൂഫി, പുറത്തിറങ്ങ്? ഞാൻ പുറത്തിറങ്ങിയൊന്നുമല്ല, ഞാൻ അതിന്റെ അകത്തേക്ക് തള്ളി കയറിയതാ. അപ്പോൾ അതാ ലൂഫിയുടെ അടുത്തേക്ക് ആരോ ഓടി വരുന്നു. ഒരു ജയിൽ പുള്ളി. അവന്റെ പുറകെ അവനെ പിടിക്കാൻ വേണ്ടി ആ ജയിലിന്റെ അകത്തുള്ള ഗാർഡ്സ് ആയിട്ടുള്ള ബീസ്റ്റുകളുണ്ട്. ആ ഓടി വരുന്നവൻ ആരാന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ബഗ്ഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബഗ്ഗി ഇതിന്റെ അകത്തുണ്ട്, അവന്റെ ക്രൂ അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെന്നൊക്കെ. സോ ഇതിന്റെ അകത്തുള്ള ബഗ്ഗി എങ്ങനെയോ പുറത്തേടി അവനെ പിടിക്കാൻ വേണ്ടി അവന്റെ പുറകെ ഗാർഡ്സും ഉണ്ട്. അങ്ങനെ നേരെ ഓടി വരുന്ന ബഗ്ഗി നമ്മുടെ ലൂഫിയെ കണ്ട അവൻ ആരാണെന്ന് മനസ്സിലായി. ലൂഫിയെ കണ്ട ഷോക്ക് തീർക്കാനൊന്നും ടൈമില്ല. അപ്പോഴേക്ക് ഈ ഗാർഡ്സ് അവനെ തീർക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ രണ്ടുപേരും തിരിഞ്ഞോടുമ്പോൾ അവസാനം രണ്ടുപേരും ടീമാവാൻ തീരുമാനിച്ചു. അങ്ങനെ ടീമായിട്ട് മാറിയ രണ്ടുപേരും ചേർന്ന് അവരുടെ പുറകെ വന്ന ഗാർഡ്സിനെ അടിച്ച് താഴെയിട്ടു. അപ്പൊ നമ്മുടെ ബഗ്ഗി ലൂഫിയെ കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവരെ ഓടിച്ച ക്രീച്ചേഴ്സിനെ ലൂഫി ഒറ്റ അടിക്കാൻ അടിച്ച് താഴെയിട്ടത്. ബഗ്ഗി ലൂഫിയെ പണ്ട് കണ്ടതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ലൂഫി ഇപ്പൊ പവർഫുൾ ആയെന്ന് ബഗ്ഗിക്ക് മനസ്സിലായി. അതുകൂടാതെ ബഗ്ഗി ലൂഫിയുടെ കയ്യിലുള്ള ഒരു ആംബാൻഡ് കണ്ടു. ആ ആംബാൻഡ് എന്താണെന്ന് ലൂഫിക്ക് അറിയില്ല, പക്ഷെ അതെന്താണെന്ന് ബഗ്ഗിക്ക് അറിയാം. ആ ആംബാൻഡ് ക്യാപ്റ്റൻ ജോൺസ് എന്ന് പറയുന്ന ഒരാളുടെ. ക്യാപ്റ്റൻ ജോൺസ് ഒരു ലെജൻഡറി പൈററ്റ് ആണ്. അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അയാൾ ആരാണ് എന്താണെന്നൊന്നും ഇപ്പൊ പറയാൻ ടൈമില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻ ജോൺസിന്റെ ട്രഷറിലേക്കുള്ള ഒരു മാപ്പാണ് ആ ആംബാൻഡ്. അതുകൊണ്ട് ബഗ്ഗിക്ക് അതെന്താണെന്ന് മനസ്സിലായി. ഇനി ഈ ആംബാൻഡ് നമ്മുടെ ലൂഫിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ത്രില്ലർ ബാർക്കിൽ വെച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ഒരുപാട് ട്രഷർ കിട്ടി. ആ ട്രഷറിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഈ ആംബാൻഡ്. നമ്മുടെ ലൂഫിക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ അത് നാമി ലൂഫിക്ക് കൊടുത്തു. അല്ലാതെ അത് എന്താണ് ഏതാണെന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് അറിയില്ല. പക്ഷെ അതിന്റെ പുറകിൽ എത്രയും വലിയൊരു സംഭവം ഉണ്ട്, അത് നമ്മുടെ ബഗ്ഗിക്ക് പറയാം. അതുകൊണ്ട് ആ ആംബാൻഡ് ബഗ്ഗിക്ക് വേണം. ലൂഫിയുടെ അടുത്ത് നിന്ന് അടി ഉണ്ടാക്കി വാങ്ങുക എന്ന് പറയുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് ബഗ്ഗി നമ്മുടെ ലൂഫിയുമായിട്ടൊരു ഡീൽ വെക്കും. ഇമ്പിൾ ഡൗണിലെ ലെവൽ 4 വരെ നമ്മുടെ ലൂഫിയെ ബഗ്ഗി കൊണ്ടുപോവാം. പകരമായിട്ട് ആംബാൻഡ് ബഗ്ഗിക്ക് കൊടുക്കണം. ഇതാണ് അവർ തമ്മിലുള്ള ഡീല്. അതിന് നമ്മുടെ ലൂഫിയും സമ്മതിച്ചു. ലൂഫിക്ക് ഇപ്പൊ എന്തിനേക്കാളും വലുതാണ് അവന്റെ ബ്രദർ. അതുകൊണ്ട് ലൂഫി ഒരു മടിയും ഇല്ലാതെ അത് കൊടുക്കാനും സമ്മതിച്ചു. തുടർന്ന് ബഗ്ഗി അവന്റെ കാല് മാത്രം ലൂഫിക്ക് കൊടുത്തിട്ട് ഇമ്പിൾ ഡൗണിലൂടെ പറന്ന് കിടക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബഗ്ഗിക്ക് അവന്റെ കാല് നിലത്ത് വെച്ച് അവന്റെ ബാക്കിയുള്ള ബോഡി മാത്രം നിലം തൊടാതെ പറത്തി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അപ്പോഴും കാല് നിലത്ത് വേണം. കൂടാതെ അവന്റെ കാല് വിട്ട് കുറെ ദൂരത്തേക്കും പോകാൻ പറ്റില്ല. കുറച്ചൊരു ഡിസ്റ്റൻസിൽ ബഗ്ഗിക്ക് അവന്റെ കാല് മാത്രം നിലത്ത് വെച്ച് പറക്കാൻ പറ്റും. ഇപ്പൊ അവന്റെ കാല് ഓടി വരുന്ന ലൂഫിക്ക് കൊടുത്തതുകൊണ്ട് അവൻ ആ കാലിന്റെ ഡിസ്റ്റൻസ് വിട്ട് പോകാതെ പറക്കാൻ പറ്റും. ഇതും ബഗ്ഗിയുടെ ഡെവൽ ഫ്രൂട്ടിന്റെ ഒരു പവറാണ്. ഇപ്പൊ
അവർ ഓടി വരുന്ന വഴിക്ക് വെച്ച് നമ്മുടെ ലൂഫി ബഗ്ഗിക്ക് അവന്റെ ആംബാൻഡ് കൊടുക്കുന്നു. അപ്പോൾ അത് ബഗ്ഗിക്ക് കിട്ടിയ സന്തോഷവും ലൂഫിയെ പറഞ്ഞു പറ്റിച്ചതിനുള്ള കുറ്റബോധവും കൊണ്ട് ബഗ്ഗി മുമ്പിലേക്ക് നോക്കാതെ പറന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു ചുമരിലേക്ക് ചെന്നിടിച്ചു. അതുകൊണ്ട് നമ്മുടെ ലൂഫി ഒരു ഷോർട്ട് കട്ട് ആണെന്ന് വിചാരിച്ച് ബഗ്ഗിയും ചേർത്ത് ആ ചുമര് അടിച്ച് തകർത്തു. അങ്ങനെ അവർ നേരെ വന്ന് വീഴുന്നത് ഇമ്പൽ ഡൗണിലെ ഫസ്റ്റ് ലെവലിലേക്കാണ്, ഒരുപാട് ഷാർപ്പ് ബ്ലേഡ് ഉള്ള ആ ലെവലിലേക്ക്. ഇപ്പൊ അവിടുന്ന് നമ്മുടെ ലൂഫിക്കും ബഗ്ഗിക്കും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ലൂഫി ബഗ്ഗിയുടെ പുറത്തേക്ക് ചാടി കയറി. എന്നിട്ട് ലൂഫി അവന്റെ കയ്യിലുള്ള ബഗ്ഗിയുടെ കാല് താഴേക്കിട്ടു. അപ്പൊ ബ്ലേഡിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി ബഗ്ഗി അവന്റെ കാല് അവന്റെ ചോപ്പ് പവർ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബഗ്ഗിയുടെ കാല് താഴെയും ബഗ്ഗിയും ലൂഫിയും പറന്നു മേലെ. അങ്ങനെ അവർ രണ്ടുപേരും ആ ലെവലിന്റെ സെന്ററിലേക്ക് എത്തി. അവിടെ ഒരു വലിയ ഹോൾ ഉണ്ട്. ആ ഹോളിലൂടെ വേണം അവർ ലെവൽ 2ലേക്ക് പോകാൻ. അത് മനസ്സിലാക്കിയ ലൂഫി ഒന്നും നോക്കാതെ എടുത്തിയാടി. അത് കണ്ട് ബഗ്ഗി അവിടെ ആ മണ്ടം വേണമെങ്കിൽ പോയിക്കോട്ടെ, ഞാൻ വേറെ ഏതെങ്കിലും വഴി രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോൾ ഒരു ക്രീച്ചർ അവനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തു. അങ്ങനെ ബഗ്ഗിയും അറിയാതെ അതിന്റെ അകത്തേക്ക് എടുത്തിയാടി. ഈ ലെവൽ 2ലുള്ള ജയിലില് എല്ലാ ലെവലിലും ഓരോ ജയിലുണ്ട്. സോ അതുപോലെ ലെവൽ 2ലുള്ള ജയിലില് നമ്മൾ പണ്ട് അലാബാസ്റ്റ സാഗയിൽ വെച്ച് കണ്ട മിസ്റ്റർ 3 ഉണ്ട്. അന്ന് ക്രോക്കോഡൈലിനെ മറൈൻ പിടിച്ച സമയത്ത് എങ്ങനെയോ പുള്ളിക്കാരൻ ഇവിടെ വന്ന് പെട്ടതാണ്. സോ ലെവൽ 2ല് ക്ഷീണിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത മിസ്റ്റർ 3 ഉണ്ട്. ഇതൊന്നും അറിയാതെ നമ്മുടെ ലൂഫിയും ബഗ്ഗിയും ലെവൽ 2ലെത്തി. ലെവൽ 2ൽ ഒരുപാട് ബീസ്റ്റുകളുണ്ട്. അതിലൊരു ബീസ്റ്റാണ് ഒരു പാമ്പും കോഴിയും ചേർന്ന് മിക്സ് ആയിട്ടുള്ള ഒരു ബീസ്റ്റ്. ആ ബീസ്റ്റിന്റെ അടുത്തേക്കാണ് നമ്മുടെ ലൂഫിയും ബഗ്ഗി എത്തിയത്. അങ്ങനെ അത് അവരെ ഓടിക്കുന്ന സമയത്ത് ഇവിടെ ബോവ ഹാൻകോക്ക് ഇമ്പൽ ഡൗണിലെ ചീഫ് വാർഡനായിട്ടുള്ള മജലനെ കണ്ടുമുട്ടി. ഒരു കറുത്ത യൂണിഫോം ഇട്ട് തലയിൽ 2 കൊമ്പും വവ്വാലിനെ പോലെ ചിറകും ഒരുമാതിരി ബീസ്റ്റിനെ പോലെയുള്ള ഒരു മനുഷ്യൻ. ഇത്രയും വലിയൊരു ഇമ്പൽ ഡൗൺ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന്റേതായ ഒരു ലുക്ക് വേണമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല പേടിപ്പിക്കുന്ന ഒരു ലുക്കുള്ള ഇയാളാണ് ഇമ്പൽ ഡൗണിന്റെ ചീഫ് വാർഡൻ മജലൻ. ഒരു സാധാരണക്കാരനല്ല എന്തായാലും, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പൊ ബോവ ഹാൻകോക്ക് അവൾക്ക് എയ്സിനെ കാണണമെന്ന് പറയുമ്പോൾ ആദ്യം മജലൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ ബോവ ഹാൻകോക്ക് വിടോ അവളുടെ സൗന്ദര്യം വെച്ച് വശീകരിച്ച് അവസാനം അവളെ എയ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറയും. ഇവിടെ ഇപ്പൊ നമ്മുടെ ലൂഫി ആവട്ടെ അവരുടെ പുറകെ ഓടി വന്ന ആ ബീസ്റ്റിനെ ഗിയർ 3 യൂസ് ചെയ്ത് അടിച്ച് താഴെയിട്ടു. അത് കണ്ട് നമ്മുടെ ബഗ്ഗി വരെ ഒരു സെക്കൻഡ് ഷോക്കായി. അത്രയും വലിയൊരു ജയിലർ ബീസ്റ്റിനെ നമ്മുടെ ലൂഫി ഒറ്റയടിക്ക് താഴെയിട്ടു. അത് ബഗ്ഗിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ശേഷം അവിടെയുള്ള എല്ലാ ജയിൽ പുള്ളികളും നമ്മുടെ ലൂഫിയും ബഗ്ഗിയും കണ്ടിട്ട് അവരെ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടാൻ പറയുന്നു. തൊട്ടടുത്ത് തന്നെ ജയിലിന്റെ ചാവിയുണ്ട്. അത് കണ്ട് മിസ്റ്റർ 3യും പറയും ഞങ്ങളെ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. അങ്ങനെ ലൂഫിയും ബഗ്ഗിയും ചേർന്ന് അവരെയൊക്കെ റിലീസ് ചെയ്തു. എന്നിട്ട് രണ്ടുപേരും ചേർന്ന് അവിടുന്ന് ലെവൽ 3ലേക്ക് ഓടി പോകാൻ തുടങ്ങുമ്പോൾ ബഗ്ഗി പെട്ടെന്ന് പറയും എനിക്ക് ലെവൽ 3ലേക്കുള്ള വഴി അറിയില്ല. ഇത്രയും ഞാൻ നിനക്ക് പറഞ്ഞത് ക്യാപ്റ്റൻ ജോൺസിന്റെ ബാൻഡ് ആണ് കേട്ടാ, അല്ലാതെ നിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ലടാ എന്നിങ്ങനെ ബഗ്ഗി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ റിലീസ് ചെയ്ത് വിട്ട ജയിൽ പുള്ളികൾ പെട്ടെന്ന് തിരിച്ച് ജയിലിന്റെ അകത്തേക്ക് തന്നെ കയറുന്നു. അതുകൊണ്ട് ബഗ്ഗി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, കാരണം ഈ ലെവലിലുള്ള ബീസ്റ്റ് ജയിലേഴ്സ് ഇപ്പോഴും പുറത്തുണ്ട്. അതുകൊണ്ട് അവരെ ഞങ്ങളെ കണ്ടുപിടിച്ച് തിന്നുന്നതിനേക്കാളും നല്ലതാണ് ഇതിന്റെ അകത്ത് സേഫ് ആയിട്ടിരിക്കുന്നത്. അത് കണ്ട് ലൂഫിയും ബഗ്ഗിയും ഇത് എന്തേലും ആവട്ടെ ഇപ്പൊ എനിക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞ ബഗ്ഗി നീ വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ലൂഫിയും. അങ്ങനെ രണ്ടുപേരും അതും ഇതും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് മിസ്റ്റർ 3 വരുന്നു. അവനെ കണ്ട ലൂഫിക്ക് അവൻ ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷെ മിസ്റ്റർ 3 പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ലൂഫിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ലൂഫിക്ക് അവൻ ആരാണെന്ന് മനസ്സിലായി. എന്നിട്ട് അവൻ പറയും എനിക്ക് ലെവൽ 3ലേക്കുള്ള വഴി അറിയാം, ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാം, പക്ഷെ നിങ്ങളുടെ കൂടെ എന്നെയും ചേർക്കണം, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം എന്ന് പറഞ്ഞ മിസ്റ്റർ 3 ഇതേ സമയത്ത് ലെവൽ 6ലെ എയ്സിന്റെ തൊട്ടപ്പുറത്ത് ജീംബെ എന്ന് പറയുന്ന ഒരു വാർലോഡിനെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. ജീംബെ ഒരു ഫിഷർമാൻ ആണ്. ഫിഷർമാൻ ആയിട്ടുള്ള ജീംബെ എയ്സിനോട് സംസാരിക്കും. വൈറ്റ് ബീഡിനും വേൾഡ് ഗവൺമെന്റിനും ഇടയിൽ നടക്കാൻ പോകുന്ന ആ ഒരു വലിയ ഫൈറ്റ് തടയാൻ വേണ്ടി ഞാൻ എന്റെ വാർലോഡ് എന്ന് പറയുന്ന പദവി വരെ നഷ്ടപ്പെടുത്തി, പക്ഷേ എന്നിട്ടും ഇപ്പൊ ഫൈറ്റ് നടക്കാൻ പോകുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ജീംബെക്ക് ഈ ഫൈറ്റ് നടക്കരുതെന്നാണ് ആഗ്രഹം. കാരണം വൈറ്റ് ബീഡ് ജീംബെയുടെ ഫിഷർമാൻ ഐലൻഡിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഐലൻഡും പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത് മറൈൻസും മാത്രമല്ല, പകരം ഓരോ എംബറേഴ്സും പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ഓരോ ഐലൻഡ് ഉണ്ടാവും. അങ്ങനെ വൈറ്റ് ബീഡിന്റെ പ്രൊട്ടക്ഷനിൽ വരുന്ന ഐലൻഡാണ് ഈ ഫിഷർമാൻ ഐലൻഡ്. സോ വൈറ്റ് ബീഡ് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഫിഷർമാൻ ഐലൻഡിലെ ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരും കയറി അറ്റാക്ക് ചെയ്യില്ല. അവർക്ക് വൈറ്റ് ബീഡ് ഉള്ളിടത്തോളം കാലം സുരക്ഷിതമായിട്ട് പോവാം. വൈറ്റ് ബീഡ് എന്ന് പറയുന്ന ആളും ചില്ലറക്കാരനല്ല, അതുകൊണ്ട് പുള്ളിക്കാരന്റെ ഒരു ടെറിട്ടറിയിൽ കയറി മറ്റൊരാളും പ്രശ്നം ഉണ്ടാക്കില്ല. സോ ഫിഷർമാൻ ഐലൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വൈറ്റ് ബീഡ് ആണ്. അതുകൊണ്ടാണ് ജീംബെ ഈ ഫൈറ്റ് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്. സോ വേൾഡ് ഗവൺമെന്റ് എയ്സിന്റെ എക്സിക്യൂഷന് വാർലോഡ് ആയിട്ടുള്ള ജീംബെ വിളിച്ച സമയത്ത് ജീംബെ അതിന് പോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് വേൾഡ് ഗവൺമെന്റ് ജീംബെയുടെ വാർലോഡ് എന്ന പദവി ആ ടൈറ്റിൽ മാറ്റി. വാർലോഡ് അല്ലെങ്കിൽ ജീംബെ ഒരു പൈററ്റ് ആണ്, അതുകൊണ്ട് ഒരു പൈററ്റിനെ പിടിച്ചു. ഇപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന ജീംബെക്ക് നമ്മുടെ എയ്സിന് മുമ്പേ അറിയാം, രണ്ടുപേർക്കും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് പണ്ടേ. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ജീംബെ വാറ് വേണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ജീംബെ എയ്സിനോട് നീ പേടിക്കണ്ട, നിന്നെ രക്ഷപ്പെടുത്താൻ വൈറ്റ് ബീഡ് എന്തായാലും വരും. അത് കേട്ട് ലെവൽ 6ലുള്ള എല്ലാ ജയിൽ പുള്ളികൾക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം വൈറ്റ് ബീഡ് ഒരുപാട് ചീത്ത പൈററ്റ്സിനെ അടിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വൈറ്റ് ബീഡ് കാരണം ഇവിടെ വന്ന് കുടുങ്ങിയ ആൾക്കാരാണത്. കൂടാതെ ലെവൽ 6ലുള്ള ക്രോക്കോഡൈലും ഈ കാര്യം കേട്ടു. ക്രോക്കോഡൈലിനും വൈറ്റ് ബീഡിനോട് എന്തോ ദേഷ്യമുണ്ട്. ഇതേ സമയത്ത് ലെവൽ 2ല് നമ്മുടെ ലൂഫി, ബഗ്ഗി അതുപോലെ മിസ്റ്റർ 3 ഇവർ 3 പേരും ലെവൽ 3ലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലെവൽ 2ല് തന്നെയുള്ള ഒരുപാട് ബീസ്റ്റ് ഇവർ അറ്റാക്ക് ചെയ്യുന്നു. ലെവൽ 2 എന്ന് പറയുന്നത് ബീസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ്. സോ അവിടെയുള്ള ബീസ്റ്റുകൾ ഇവർ 3 പേരെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബീസ്റ്റുകളുടെയൊക്കെ ലീഡർ എന്നല്ല, ആ നോർമൽ ബീസ്റ്റിനേക്കാൾ ഒരുപാട് വലുപ്പമുള്ള സാധനം അത് വന്ന് ഇവർ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ലൂഫിയും ബഗ്ഗിയും മിസ്റ്റർ 3 ഒക്കെ ചേർന്ന് ആ ബീസ്റ്റിനെ ട്രിക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അത് ചവിട്ടി ആ ഫ്ലോർ തന്നെ തകർത്തു. അങ്ങനെ 3 പേരും ആ ബീസ്റ്റും ഈ തകർന്ന ഫ്ലോറിലൂടെ താഴേക്ക് വീണു. അങ്ങനെ ഇത് കണ്ട് അവിടേക്ക് ഒരുപാട് ഗാർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ലൂഫിയും ബഗ്ഗിയും ഇത്രയും നേരം ചെയ്തതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു CCTV വഴി. അങ്ങനെ അവർ ഈ തകർന്ന
തകർന്ന ഫ്ലോറിന്റെ അടുത്തേക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ ബഗ്ഗി റിലീസ് ചെയ്ത് വിട്ട ഒരുപാട് ജയിൽ പുള്ളികൾ ഉണ്ടായിരുന്നില്ലേ, അവര് വന്ന് ഈ ഗാർഡ്സിനെ തള്ളി താഴെ ഇടുന്നു. അപ്പോൾ CCTV വഴി ലൂഫിയെ ചെക്ക് ചെയ്ത ഗാർഡ്സിനെ അത് മങ്കി ഡി ലൂഫിയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എയ്സിനും ലൂഫിക്ക് ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് എയ്സിനെ ലൂഫി ഇവിടേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് എന്നൊക്കെ ഗാർഡ്സിനെ മനസ്സിലായി. ലൂഫി ഇവിടെ വന്ന് എയ്സിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന കാര്യം ഇതേ സമയം കൊണ്ട് മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കു പറഞ്ഞു. ഇത് കേട്ട സെങ്കോക്കുനാകെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. എയ്സിന്റെ എക്സിക്യൂഷൻ ആണെങ്കിൽ ഇനി അധികം ദിവസമില്ല, അതിന്റെ ഇടയിലാണ് ഇത്രയും ചെറിയ പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ ഇതൊക്കെ കേട്ട് സെങ്കോക്കുവിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഗാർപ്പ് ആവട്ടെ വെറുതെ ചിരിക്കുകയാണ്. സെങ്കോക്കു വാലിൽ തീ പിടിച്ച പോലെ ഓടി നടക്കുമ്പോൾ അത് കണ്ട് ഗാർപ്പിന് തമാശ. അപ്പൊ സെങ്കോക്കു ഒരു കാര്യം പറയുന്നുണ്ട്, ഇമ്പൽ ഡൗണിന്റെ അകത്ത് നിന്ന് ആകെ ഒരേ ഒരാളെ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കി എന്ന് പറയുന്ന ഒരു പൈററ്റ് ആണ്. അതിനുശേഷം ആരും ഇമ്പൽ ഡൗണിന്റെ പുറം ലോകം കണ്ടിട്ടില്ല. ഇപ്പൊ ഇതേ സമയത്ത് നമ്മുടെ ലൂഫി, ബഗ്ഗി, മിസ്റ്റർ 3 ഇവര് 3 പേരും ലെവൽ 3ലേക്ക് വന്ന് ലാൻഡ് ചെയ്തു. ലൂഫി നോക്കുമ്പോഴാവട്ടെ ഒരു ചുട്ടുപൊള്ളുന്ന സ്ഥലം, എല്ലാ സ്ഥലവും ചുട്ടുപഴുത്ത് മരുഭൂമി പോലെ. അവിടെയുള്ള ജയിൽ പുള്ളികൾ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ സ്ഥലത്ത് വെച്ച് മിസ്റ്റർ 3യുടെ ആ മെഴുക് യൂസ് ചെയ്യുന്ന പവറില്ലേ അതുവരെ ഉരുകിപ്പോവും. അത്രയും കൊടൂരമായിട്ടുള്ള ചൂട്. അതുപോലെ ഇവിടെയുള്ള ജയിൽ പുള്ളികൾക്ക് കുറച്ച് മാത്രമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. കാരണം അവർ ജീവനോട് ഉണ്ടാവണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കൊടുക്കുകയുള്ളൂ. ഇപ്പൊ അവിടെയുള്ള ലൂഫി, ബഗ്ഗി, മിസ്റ്റർ 3 അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമല്ലോ. അതിനുവേണ്ടി 3 പേര് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലെവൽ 3 തന്നെയുള്ള ഗാർഡ്സ് പെട്ടെന്ന് വരെ 3 പേരെയും ഒരു വലയിട്ട് പിടിച്ചു. ആ വലയ്ക്കകത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ബീസ്റ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവർ കുടുങ്ങിയതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അവിടെയുള്ള എല്ലാ ഗാർഡ്സും വളഞ്ഞുകൂടി. ഇപ്പൊ ഇതേ സമയത്ത് ആ വലയുടെ അകത്ത് കുടുങ്ങിയ ബീസ്റ്റിന്റെ ബോധം വന്നു. എന്നിട്ട് പെട്ടെന്ന് പുറത്തു വരാൻ വേണ്ടി ആ വല പൊട്ടിക്കുകയാണ്. അങ്ങനെ ലൂഫിയും ബഗ്ഗിയും മിസ്റ്റർ 3യും പുറത്തേക്ക് എത്തുന്നു. അതിൽ ബഗ്ഗിയും മിസ്റ്റർ 3യും ഒരു ഹൈറ്റുള്ള സ്ഥലത്തേക്ക് കയറി നിന്നപ്പോൾ അവിടെയുള്ള ഗാർഡ്സ് മുഴുവൻ ലൂഫിയുടെ പുറകെ പോയി. ലൂഫി ആവട്ടെ അവർക്കൊന്നും പിടികൊടുക്കാതെ ഒരേ ഓട്ടം. ഈ സമയത്താണ് ഒരു സെല്ലിന്റെ അകത്ത് നിന്ന് ആരോ പാട്ട് പാടുന്നത് നമ്മുടെ മിസ്റ്റർ 3 കേട്ടു. ആ പാട്ട് കേട്ട ഉടനെ അത് ആരാണെന്ന് മിസ്റ്റർ 3ക്ക് മനസ്സിലായി. അത് മറ്റാരുമല്ല, ബോൺ ക്ലേ ആണ്, അല്ലെങ്കിൽ ബോൺ ചാൻ. നമ്മൾ അലാബസ്റ്റയിൽ വെച്ച് കണ്ട ബോൺ ചാൻ. അന്ന് അലാബസ്റ്റയിൽ വെച്ച് ലൂഫിയെയും ക്രൂവിനെയും മറൈന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചപ്പോൾ ലൂഫിക്ക് പകരം അവർ ബോൺ ചാനെ പിടിച്ചു വെച്ചു. സോ അങ്ങനെയാണ് ബോൺ ചാൻ എവിടേക്ക് എത്തിയത്. ഇതേ സമയത്ത് മജല്ലന്റെ കൂടെ ബോവ ഹാൻകോക്ക് ലെവൽ 6ലുള്ള എയ്സിനെ കാണാനെത്തി. അപ്പൊ ബോവ ഹാൻകോക്കിന്റെ ക്യൂട്ട്നെസ് കണ്ട് അവിടെയുള്ള ജയിൽ പുള്ളികളൊക്കെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന മജല്ലൻ അവന്റെ തനി രൂപം പുറത്തെടുത്തു. ശരീരം മുഴുവൻ പോയിസൺ. ആ പോയിസൺ വെച്ച് തന്നെ ഒരുപാട് ഡ്രാഗൺസ് ഒക്കെ ആയിട്ട് മാറി. എന്നിട്ട് മജല്ലൻ അവന്റെ പോയിസൺ ഈ ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളിയുടെ ദേഹത്തേക്കാക്കി. മജല്ലന്റെ പോയിസൺ അങ്ങനെ ദേഹത്തായ പൊള്ളുന്നത് പോലെയാവും. ഒരുപാട് നേരമൊക്കെ ഈ പോയിസൺ ഉണ്ടെങ്കിൽ അയാൾ എന്തായാലും മരിക്കും ഉറപ്പാണ്. അപ്പൊ മജല്ലൻ അവരോട്, നിന്നെയൊക്കെ വേണമെങ്കിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും കൊല്ലാം, മനസ്സിലായില്ലേ? നീയൊക്കെ ഇനി ഒരു പരിധി വിട്ട് പോയാ എനിക്കത് ചെയ്യേണ്ടി വരും, മനസ്സിലായോ എന്ന് പറഞ്ഞ ഒരേ ഡയലോഗ് എല്ലാത്തിന്റെയും വായ അടപ്പിച്ചു. ആ സമയത്ത് ബോവ എയ്സിനോട്, നിന്നെ സഹായിക്കാൻ വേണ്ടി നിന്റെ ബ്രദർ ലൂഫി ഇവിടേക്ക് വന്നിട്ട് എന്ന കാര്യം പറയുന്നു. അത് കേട്ട് എയ്സിന്റെ മട്ടും ഭാവമൊക്കെ മാറി. എയ്സ് ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ലൂഫി ഇവിടേക്ക് വരുമെന്ന് എയ്സിന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പ്രതീക്ഷയല്ല, ലൂഫി വരില്ല എന്ന് തന്നെയായിരുന്നു എയ്സിന്റെ ഒരു ഉറപ്പ്. പക്ഷെ ലൂഫി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ എയ്സിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയൊരു അപകടത്തിലേക്കാണ് ലൂഫി വന്നത്. ഇവിടുന്ന് തിരിച്ചു പോകുന്നു തന്നെ സംശയമാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ലൂഫി ഗാർഡ്സിന്റെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ പെട്ടെന്ന് ആ വലിയ ബീസ്റ്റ് അവനെ ചവിട്ടി പിടിച്ചു വെച്ചു. എന്നിട്ട് ലൂഫി അത് കടിച്ച് കീറാൻ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് ആ ബീസ്റ്റിന് ഒരേ ചവിട്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സോറോയാണ്. എന്നാ അത് സോറോയല്ല, സോറോയുടെ മുഖം യൂസ് ചെയ്ത ബോൺചാൻ. ബോൺചാനെ കാണുന്ന ലൂഫിക്ക് ഒരുപാട് സന്തോഷമായി. പണ്ട് ബോൺചാൻ ലൂഫിയെ സഹായിച്ചതിന്റെ പേരിലാണല്ലോ ഇവിടെ കുടുങ്ങിയത്. അന്ന് ലൂഫിക്ക് ബോൺചാനെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരനെ കണ്ടപ്പോൾ അതൊക്കെ മാറി. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ബോൺചാൻ ലൂഫിയോട് അവനെ ലെവൽ 5ലേക്ക് എത്തിക്കാൻ ഞാൻ സഹായിക്കാന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ആ ബീസ്റ്റുകളെ അടിച്ച് മുമ്പോട്ട് പോവാണ്. ഇതേ സമയത്ത് ചീഫ് വാർഡൻ മജലന്റെ ഓഫീസിൽ മജലൻ ലൂഫിയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ ബീസ്റ്റിനെ ഇറക്കി വിടുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ബീസ്റ്റ്. ഇവിടെ ലെവൽ 4ലേക്ക് ഓടി വരുന്ന നമ്മുടെ ലൂഫിയും ബോൺചാനെയും ആ പുതിയ വന്ന ബീസ്റ്റ് ഒരേ അടിക്ക് താഴെ ഇടും. പക്ഷെ രണ്ടുപേരും കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് അതിനെ അടിച്ചിട്ടു. എന്നിട്ട് മുമ്പോട്ട് ഓടി പോകുമ്പോൾ അവർ ലെവൽ 4ലേക്കുള്ള എൻട്രൻസ് കാണുന്നു, ദ ബ്ലേസിംഗ് ഹെല്ലിലേക്കുള്ള എൻട്രൻസ്. ബോൺചാൻ ലൂഫിക്ക് ഈ ബ്ലേസിംഗ് ഹെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പോർട്ടില് അവിടെ എപ്പോഴും ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ജയിൽ പുള്ളികളുടെ ശിക്ഷ തന്നെ അതാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലേസിംഗ് ഹെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ലൂഫിക്ക് ബോൺചാൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ബോൺചാൻ ലൂഫിയോട്, എനിക്ക് ലെവൽ 5ല് ഒരാളെ കാണാനുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, അതാണ് കാമവോക്ക കിങ്ഡത്തിലെ ക്വീൻ ഇവാൻകോ. ഈ പറയുന്ന കാമവോക്ക കിങ്ഡം ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സാഞ്ചി ഇപ്പൊ നിലവിൽ എത്തിപ്പെട്ട സ്ഥലം, അതാണ് കാമവോക്ക കിങ്ഡം. അവിടെയുള്ള ക്വീനെയാണ് നമ്മുടെ ബോൺചാനിന് കാണേണ്ടത്. ഇങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൂഫിയുടെയും ബോൺചാന്റെ അടുത്തേക്ക് പരിചയമുള്ള ഏതോ 2 സൗണ്ട് ഓടി വരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ബഗ്ഗിയും മിസ്റ്റർ 3യാണ്. നേരത്തെ ലൂഫിയും ബോൺചാനും ചേർന്ന് അടിച്ച് താഴെയിട്ട ആ മിനിറ്റോറസ് എന്ന് പറയുന്ന ബീസ്റ്റ് ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഇവരുടെ പുറകെ വെച്ച് പിടിച്ചു. രണ്ടുപേരും പതുക്കെ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് രണ്ടുപേരും ഇവരുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ 4 പേരും മിനിറ്റോറസിന് പിടികൊടുക്കാതെ മുമ്പോട്ട് ഓടുകയാണ്. എന്നിട്ട് 4 പേരും ചേർന്ന് ആ പുറകെ വരുന്ന സാധനത്തിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് 4 പേരും അതങ്ങ് തീർത്തു. ഇതേ സമയത്ത് ബോവ ഹാൻകോക്ക് തിരിച്ച് മൊമ്മങ്കയുടെ കൂടെ കപ്പലിലേക്ക് പോവാണ്. കാരണം ബോവയ്ക്ക് എയ്സിനെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർ ഇമ്പൽ ഡൗണിലേക്ക് എത്തിയത്. അല്ലായിരുന്നെങ്കിൽ മൊമ്മങ്ക നേരെ ബോയയും കൂട്ടി മറൈൻ ഫോർഡിലേക്കാണ് പോവേണ്ടിയിരുന്നത്. ഇപ്പൊ എയ്സിനെ കണ്ടു, അതുകൊണ്ട് തിരിച്ച് മൊമ്മങ്ക ബോയയും കൂട്ടി അവരുടെ കപ്പലിലേക്ക് പോവാണ്. ഇനി എയ്സിന്റെ എക്സിക്യൂഷന് വെറും 29 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് മൊമ്മങ്ക കപ്പലിലേക്ക് കയറി പോകുമ്പോൾ അവനൊരു പ്രധാനപ്പെട്ട ന്യൂസ് കിട്ടും. വളരെ
വളരെ ഇമ്പോർട്ടന്റ് ന്യൂസ്. അതെന്താന്ന് വെച്ചാൽ 4 എംബറൽമാരിലെ ഒരു എംബറാണ് കൈഡോ. ഈ കൈഡോ എന്ന് പറയുന്ന എംബറർ വൈറ്റ് ബീഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് ന്യൂ വേൾഡിൽ നിന്ന് അവന്റെ ക്രൂവുമായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവനെ നമ്മുടെ ഷാങ്സ് തടഞ്ഞു. വൈറ്റ് ബീഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്ന കൈഡോയെ നമ്മുടെ ഷാങ്സ് തടഞ്ഞു വെച്ചു. ഇപ്പൊ കറന്റ്ലി നമ്മുടെ ഷാങ്സും കൈഡോയും ന്യൂ വേൾഡിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഇമ്പോർട്ടന്റ് ന്യൂസ്. ഈ ന്യൂസ് അറിഞ്ഞ മോങ്ക അവര് 2 എംബർമാർക്കിടയിൽ എന്ത് വേണമെങ്കിലും നടക്കും, എന്നാൽ വരാൻ പോകുന്ന വൈറ്റ് ബീഡിന്റെ അത്രയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോ തൽക്കാലം ഈ കപ്പൽ എടുക്കുക എന്ന് പറഞ്ഞ മൊമങ്ക അത് അവിടെ വെച്ച് തീർത്തു. ഇതേ സമയത്ത് ലെവൽ 4 ബഗ്ഗിയും മിസ്റ്റർ 3 നമ്മുടെ ലൂഫിയോട് ഞങ്ങൾ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞ കൂടെ കൂടി. കാരണം അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ വഴിയില്ല. നേരത്തെ നടന്ന സംഭവം കാരണം എല്ലാ ഗാർഡ്സും അലേർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പിടിക്കാൻ വേണ്ടി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷപ്പെട്ടു പോകാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ട് ലൂഫിയുടെ കൂടെ ചേർന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബഗ്ഗിയും മിസ്റ്റർ 3യും ലൂഫിയുടെ കൂടെ ചേർന്നത്. ഇപ്പം മജല്ലന്റെ അടുത്തേക്ക് കുറച്ച് ഗാർഡ്സ് വന്നിട്ട് പറയും ലൂഫിയും അവന്റെ കൂടെയുള്ള ആൾക്കാരും ചേർന്ന് നമ്മൾ അയച്ച ബീസ്റ്റിനെ എതിർത്തു. ആ ബീസ്റ്റ് ഇപ്പൊ തോറ്റുപോയി. ഇത് കേട്ട മജല്ലൻ ആവട്ടെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അവൻ നേരെ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്തൊക്കെ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലൂഫിയുടെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് ലൂഫിയെ പിടിക്കാൻ വേണ്ടി വന്ന അവന്റെ ചുറ്റുമുണ്ടായിരുന്ന ഗാർഡ്സ് ഒക്കെ മജല്ലനെ കണ്ടതോടെ പേടിച്ചോടുകയാണ്. അപ്പം മജല്ലന്റെ മുമ്പിൽ നിൽക്കുന്ന ലൂഫി ആവട്ടെ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. അത് കണ്ട് ബോൺചാൻ ലൂഫി അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട, അവന്റെ പോയിസൺ എങ്ങാനും നമ്മുടെ ദേഹത്തായ പിന്നെ നമ്മൾ തീർന്നു എന്ന് കൂട്ടിയാൽ മതി. അപ്പം മജല്ലൻ ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ ആ പോയിസണസ് ആയിട്ടുള്ള ഫോം പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ലൂഫിക്ക് നേരെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ലൂഫി മാറിയതുകൊണ്ട് അറ്റാക്ക് കൊണ്ടില്ല, പകരം ആ അറ്റാക്ക് കൊണ്ടത് അവിടെയുള്ള ഗാർഡ്സിനാണ്. പോയിസൺ ശരീരത്തായ ഗാർഡ്സ് ആവട്ടെ വേദന കൊണ്ട് പെടയാൻ തുടങ്ങി. അപ്പൊ അവർ മെജല്ലനോട് പോയിസണെതിരെയുള്ള ആന്റിഡോട്ട് ചോദിക്കുമ്പോൾ മെജല്ലൻ അവരോട് അവിടെ നിന്ന് മാറിപ്പോകാൻ പറയും, താൻ ഫൈറ്റ് ചെയ്യുന്ന റേഞ്ചിൽ നിന്ന് മാറി നിൽക്കാൻ. എന്നിട്ട് വീണ്ടും ഫൈറ്റ് തുടങ്ങി. ലൂഫി ഒരു കാരണവശാലും വിടാൻ പാടില്ല എന്ന രീതിയിലാണ് ഫൈറ്റ്. അവന്റെ വായ്ക്കകത്ത് നിന്ന് ഒരു ബോൾ പുറത്തേക്ക് എടുത്തു. അതൊരു തരം ബോംബാണ്. പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഗ്യാസ് പുറത്തേക്ക് വരും. ആ ഗ്യാസ് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള മണക്കാൻ പാടില്ലാത്ത ഗ്യാസ് ആണ്. അതൊക്കെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവന്റെ തലയിലുള്ള കൊമ്പ് വലിച്ചെടുത്ത് അത് കത്തി പോലെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. അതിലും പോയിസൺ ഉണ്ട്. ലൂഫിക്ക് ആ അറ്റാക്ക് ഒക്കെ മാറിക്കിടക്കാൻ നല്ലത് തിരിച്ചടിക്കാൻ പറ്റില്ല, തിരിച്ചടിക്കാൻ കഴിയില്ല. മജല്ലൻ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന രീതിയിൽ നിർത്താതെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ലൂഫി താഴെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വരെ വീണു. അപ്പൊ ലൂഫി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇപ്പൊ മജല്ലൻ ലൂഫിയെ അറ്റാക്ക് ചെയ്യുന്നത് മാറി എന്ന് കാണുന്ന ബോൺചാൻ തന്നെ കൊണ്ട് ലൂഫിയെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. എന്നിട്ട് ആളവിടറാന്ന് പറഞ്ഞ് അവിടുന്ന് തെറിച്ചോടി. ബഗ്ഗിയും മിസ്റ്റർ 3യും ഒളിച്ചിരുന്ന എൻട്രൻസിന്റെ അവിടേക്കാണ് നോക്കുന്നത്. കാരണം എൻട്രൻസിന്റെ അവിടെ കുറെ ഗാർഡ്സും അതുപോലെ വാർഡൻ ഹന്യബലും നിൽക്കുന്നുണ്ട്. എൻട്രൻസ് എന്ന് പറയുമ്പോൾ ലെവൽ 3യിലേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസ്. ആ വാതിൽ ഹന്യബല് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം പുറത്തേക്ക് പോകാനും പാടില്ല, ആരും അകത്തേക്ക് വരാനും പാടില്ല. ഇപ്പൊ ഹന്നബലിനെ കണ്ട് ബഗ്ഗി അവിടെ ഇപ്പൊ അവനും കുറച്ച് ഗാർഡ്സും മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് നോക്ക്, ഒരു കൊടവയറും തൂക്കിയിട്ട് നിൽക്കുന്ന അവന് പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് കയറി അവനെയും പൂശിയിട്ട് രക്ഷപ്പെട്ടു പോവാം എന്ന് പറഞ്ഞ് ബഗ്ഗി പറയുമ്പോൾ നമുക്ക് എന്തായാലും അവന്റെ പവർ അറിയില്ല, അതുകൊണ്ട് ഒരു പ്രശ്നത്തിന് പോവാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മിസ്റ്റർ 3 അവനെ വിലക്കും. എന്നാൽ അതൊക്കെ ബഗ്ഗിക്ക് പുല്ല്. ബഗ്ഗി രണ്ടും കൽപ്പിച്ച് ഹനബലിനെ തട്ടാൻ വേണ്ടി എടുത്തു ചാടി. കൂടെ തന്നെ മിസ്റ്റർ 3 ഉണ്ട് ഒരു സഹായത്തിന്. ഇവിടെ മജല്ലന്റെ മുമ്പിൽ നിൽക്കുന്ന ലൂഫി അവന്റെ ബ്രദറിന് വേണ്ടി അവസാനം വരെയും ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്തു. മജല്ലനെ അങ്ങനെ ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മജല്ലന്റെ ബോഡി മുഴുവനും പോയിസൺ ആണ്. ലൂഫി അവന്റെ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്ത് അവന്റെ കയ്യിലും പോയിസൺ ആവും. എന്നാൽ ലൂഫി രണ്ടും കൽപ്പിച്ച് ഗിയർ 2 യൂസ് ചെയ്ത് മജല്ലനെ ഒരേ ഒരു പഞ്ച്. ആ പഞ്ചിൽ മജല്ലൻ താഴെ വീണു. അതുപോലെ ലൂഫിയുടെ കയ്യിൽ പോയിസണുമായി. ഇപ്പൊ ലെവൽ 3യുടെ എൻട്രൻസിന്റെ അവിടെ ബഗ്ഗി വന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാനില്ല, കാരണം ഹനിബൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ പ്രശ്നം ഹനിബലിന്റെ തൊട്ടപ്പുറത്ത് ബഗ്ഗിയും മിസ്റ്റർ 3യും ചാടി വന്ന രണ്ടിനെയും അടിച്ച് കെട്ടിയിട്ടു. വലിയ സ്റ്റാർ ആവാൻ പോയതാ, നടന്നില്ല. ഇവിടെ ലൂഫി പോയിസൺ ഒന്നും കയ്യിലായത് നോക്കാതെ വീണ്ടും ഗിയർ 2 യൂസ് ചെയ്ത് മജല്ലനെ ഒരു മാതിരി അടി. അപ്പം മജല്ലൻ ഒരു പോയിസണസ് ആയിട്ടുള്ള വാതകം പുറത്തേക്ക് വിടുകയാണ്. അത് ശ്വസിച്ച് നമ്മുടെ ലൂഫിക്ക് അവന്റെ ബോധം പതിയെ പതിയെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ ചെയ്യുന്ന അറ്റാക്ക് ഒന്നും ശരിക്കും കൊള്ളുന്നില്ല. അങ്ങനെ ലൂഫിക്ക് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോൾ മജല്ലൻ ലൂഫിയുടെ ബോഡിയിൽ മുഴുവനായിട്ടും പോയിസൺ ആക്കി. ഇനി കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ ലൂഫി മരിച്ചു പോകും. എന്നിട്ട് മജല്ലൻ അവിടെയുള്ള ഗാർഡ്സിനോട് ഇവനെ തൂക്കിയെടുത്ത് ലെവൽ 5ലേക്ക് കൊണ്ടുപോയിട്ട് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മരിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് അവന്റെ ശിക്ഷ ലെവൽ 5 ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മജല്ലൻ അവിടുന്ന് പോയി. അത് കേട്ട ഗാർഡ്സ് ആവട്ടെ ലൂഫിയെ കൊണ്ടുപോയി ലെവൽ 5 ഇവിടെ തിരിച്ച് മജല്ലൻ ലെവൽ 3യുടെ മെയിൻ എൻട്രൻസിന്റെ അവിടേക്ക് എത്തിയപ്പോൾ അവിടെ കാണുന്നത് എല്ലാത്തിനെയും അടിച്ചിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മജല്ലൻ ഹനിബലിനെ തൂക്കിയെടുത്ത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ നാറി ബോൺക്ലേ ഞങ്ങളെയൊക്കെ അടിച്ചിട്ട് ലെവൽ 3യിലേക്ക് കയറിപ്പോയി. പിന്നെ നിന്നെയൊക്കെ എന്തിനാ ഞാൻ ഇവിടെ നിർത്തിയേ? ഞാൻ തിരിച്ച് പോയി വരുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആയിരിക്കണം, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് മജല്ലൻ അവിടെ നിന്ന് കയറിപ്പോയി. നമ്മുടെ ബോൺക്ലേ ബഗ്ഗിയും മിസ്റ്റർ 3യെയും രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പോൾ വേറൊരു ഭാഗത്താണ്. അതുപോലെ അവൻ ഹനിബലിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ലൂഫിക്ക് പോയിസൺ ആയിട്ട് അവനെ ലെവൽ 5ലേക്ക് കൊണ്ടുപോയിട്ടെന്ന് അറിഞ്ഞ ബോൺക്ലേ ലൂഫിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹനിബലിന്റെ വേഷത്തിൽ അവിടെയുള്ള ലാബിലേക്ക് ചെന്ന് മജല്ലന്റെ പോയിസണെതിരെയുള്ള ആന്റിഡോട്ട് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ അത് തീർന്നു പോയെന്ന് പറയാണ്. അത് കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന നമ്മുടെ ബോൺക്ലേക്ക് പെട്ടെന്നാണ് ഇവാൻകോയുടെ കാര്യം ഓർമ്മ വന്നത്. ബോൺചാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവാൻകോനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേ ഇവാൻകോ. അങ്ങനെ ഇവാൻകോയെ പോയി മീറ്റ് ചെയ്യാൻ വേണ്ടി ബോൺചാൻ ഹനിബലിന്റെ വേഷത്തില് കൂടെയുള്ള ബഗ്ഗിയും മിസ്റ്റർ 3യും ഒരു ജയിൽ പുള്ളികളാണ് അവരവിടേക്ക് കൊണ്ടുപോകാണെന്നുള്ള രീതിയിൽ ബോൺചാൻ അവിടേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ലെവൽ 5ലുള്ള ജയിൽ പുള്ളികളുടെ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഇവാൻകോയുടെ പേര് മാത്രം വെട്ടിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ബോൺചാൻ അതെന്താ സംഭവം അവിടെയുള്ള ഗാർഡ്സിനോട് ചോദിക്കുമ്പോൾ ലെവൽ 5ലുള്ള ആൾക്കാർ ഒരു ഭൂതം വന്ന് പിടിച്ചോണ്ട് പോകും, തണുത്ത് മരിക്കുന്ന ആൾക്കാരെ ആയിരിക്കും പ്രത്യേകിച്ച് പിടിച്ചോണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ ഒരു മാതിരി തള്ളു. അത് കേട്ട ബോൺചാനും ബഗ്ഗിക്കും മിസ്റ്റർ 3ക്കും പേടിയാവുന്നുണ്ടെങ്കിലും 3 പേരും തണുത്തുറഞ്ഞ ആ ലെവൽ 5ലേക്ക് എത്തി. അവിടെ ഒരുപാട് വോൾഫ് ഉണ്ട്. ആ വോൾഫിനെ കണ്ടതോടെ ബഗ്ഗിയും മിസ്റ്റർ 3യും ചാടിയോടി. അതിൽ നമ്മുടെ ബോൺചാനെ കുറച്ച് വോൾഫ് വന്ന് അറ്റാക്ക് ചെയ്യാണ്. ബോധം പോയ
ലൂഫി വീണ്ടും എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. അവന്റെ മൈൻഡിൽ എപ്പോഴും അവന്റെ ബ്രദർ എയ്സിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതും വിചാരിച്ച് ലൂഫി ആ സെല്ലിന്റെ പുറത്തേക്ക് കിടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവനെ കൊണ്ട് പറ്റുന്നില്ല. ലൂഫി മുഴുവനായിട്ടും വീക്കാണ്. അപ്പോൾ ജയിലിന്റെ അപ്പുറത്ത് തണുത്ത് വിറച്ച് മുറിവും പറ്റി ഒരാൾ നിൽക്കുന്നു. അതാണ് നമ്മുടെ ബോൺചാൻ. അവൻ തന്റെ ഒരേ ഒരു ഫ്രണ്ടിന് വേണ്ടി വന്നതാണ്. ശരീരം മുറിഞ്ഞിട്ടും തണുത്ത് വിറച്ചിട്ടും ബോൺചാൻ തിരിഞ്ഞു പോയില്ല. ബോൺചാൻ ലൂഫിയുടെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് നിന്നെ അവിടെ വെച്ച് ഒറ്റയ്ക്കാക്കി ഓടിപ്പോയതിൽ എന്നോട് ക്ഷമിക്ക്, ഇനി ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല എന്ന് പറഞ്ഞ് ബോൺചാൻ ജയിൽ തുറന്ന് ലൂഫി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് മഞ്ഞിൽ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ ലൂഫിയായിട്ട് അവനെ വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ബോൺചാൻ അടുത്തുള്ള സെല്ലിലേക്കൊക്കെ പോയി ഇവാൻഗോയെ പറ്റി അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇവാൻഗോയെ പറ്റി അറിയില്ല. അവസാനം ഒരേ ഒരാൾ പറയും, ഞാൻ ഇവാൻഗോയെ കണ്ടിട്ടുണ്ട്, ദാ കാണുന്ന കാട്ടിലേക്ക് ഇവാൻഗോ ഒരു പ്രാവശ്യം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അയാൾ അടുത്തുള്ള മരമൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അത് കേട്ട ബോൺചാൻ ഒന്നും നോക്കാതെ ലൂഫിയും വലിച്ച് അവിടേക്ക് പോവാണ്. അപ്പൊ ആ ജയിലിൽ കിടക്കുന്ന ഒരാൾ ആ പറഞ്ഞു കൊടുത്തവനോട്, നീ എന്തിനാ ആ സ്ഥലം കാണിച്ചു കൊടുത്തേ, അവിടെ ഒരുപാട് വോൾഫ് ഇല്ലേ, അതുപോലെ കൊല്ലില്ലേ എന്ന് പറഞ്ഞൊരു ചോദ്യം. ഇപ്പൊ കാട്ടിലേക്ക് എത്തിയ ബോൺചാൻ തണുത്തും മരവിച്ചു. എന്നിട്ട് ലൂഫിയും കൊണ്ട് വലിച്ചു നടക്കുമ്പോൾ ഒരുപാട് വോൾഫ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന് ചുറ്റും വരികയാണ്. ഒന്നോ രണ്ടെണ്ണത്തിനെയൊക്കെ ബോൺചാൻ അടിച്ചിടാൻ പറ്റിയെങ്കിലും അവസാനം ആ എല്ലാതും ചേർന്ന് ബോൺചാൻ അറ്റാക്ക് ചെയ്യുന്നു. ആ വോൾഫൊക്കെ ചേർന്ന് ബോൺചാനെ കടിച്ച് കീറി. പെട്ടെന്ന് ബോധം വന്ന് ലൂഫി എണീറ്റ് ബോൺചാനെ കടിക്കുന്ന ആ വോൾഫിനെ ലൂഫി തിരിച്ച് കടിച്ച് പറിച്ചു. നിങ്ങളെന്താ ബോൺചാനെ ചെയ്യുന്നേ, ബോൺചാന്റെ അടുത്തുനിന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ലൂഫി പറയുമ്പോൾ അവന്റെ അകത്ത് നിന്ന് ഒരു പവർ വന്ന് അവിടെയുള്ള എല്ലാ വോൾഫും ബോധം കെട്ട് താഴെ വീണു. അതുകൊണ്ട് ബോൺചാൻ ലൂഫി അത്ഭുതത്തോടെ നോക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരന്റെ ബോധം പോയി. ഇങ്ങനെ രണ്ടുപേരും അവിടെ ബോധം കെട്ട് കിടക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു വെള്ളയും ഓറഞ്ചും ഡ്രസ് ഇട്ട ഒരാൾ വന്ന് രണ്ടുപേരും രക്ഷപ്പെടുത്തി. ഇയാളുടെ പേര് ഇനാസുമ. ഇയാളെ കാണിക്കുന്നതിന്റെ കൂടെ എയ്സിന്റെ എക്സിക്യൂഷന്റെ ടൈമും പറയുന്നുണ്ട്, ഒരു വാണിംഗ് പോലെ 26 മണിക്കൂർ. എയ്സിന്റെ എക്സിക്യൂഷൻ വെറും ഇനി 26 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനുശേഷം കാണിക്കുന്നത് ജയിൽ വാർഡൻ ഹനിബലിനെ ഒരു റൂമിൽ വായൊക്കെ അടച്ച് കെട്ടി തൂക്കിയിരിക്കുന്നതാണ്. നേരത്തെ ഹനിബലിന്റെ വേഷത്തിലേക്ക് മാറി വന്ന ബോൺക്ലെ അവിടെയുള്ള എല്ലാ ഗാർഡ്സിനെയും ട്രിക്ക് ചെയ്ത് അങ്ങനെ ഹനിബലിനെ അടിച്ച് കെട്ടി തൂക്കിയിട്ടിട്ടാണ് നമ്മുടെ ലൂഫിയെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ ബോൺക്ലെ അവൻ ബോധം വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ ഏതോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലത്താണ്. കൂടാതെ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ പാർട്ടി ചെയ്യുന്നു, ഡ്രിങ്ക് അടിക്കുന്നു. നേരത്തെ കണ്ട ജയിലൊന്നും അല്ല ഇത് സ്വർഗ്ഗമാണ്. പുതിയ സ്ഥലം കണ്ട് ബോൺക്ലെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് അവനെ രക്ഷപ്പെടുത്തിയ ഇനാസുമ വന്ന്, എന്റെ പേര് ഇനാസുമ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവനെയും രക്ഷപ്പെടുത്തിയത് ഞാനാണ്. അതുപോലെ നീ ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 10 മണിക്കൂറായി. സോ 10 മണിക്കൂർ നമ്മുടെ ബോൺചാൻ ഈ സ്ഥലത്ത് കിടന്നുറങ്ങി. അതായത് എയ്സിന്റെ എക്സിക്യൂഷന് നമ്മൾ നേരത്തെ 26 മണിക്കൂർ എന്നല്ലേ പറഞ്ഞേ, ഇനി ആകെ 16 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്താണ് അവിടേക്ക് ആ സ്ഥലത്തിന്റെ ലീഡർ ഇവാൻഗോ വരുന്നത്. കാമവക്ക കിങ്ഡത്തിലെ ക്വീൻ ഇവാൻഗോയെ കണ്ടപ്പോ അവിടേക്ക് ഒരാൾ പെട്ടെന്ന് കയറി വന്ന് ഇവാൻഗോയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അയാൾക്ക് ഇവാൻഗോയോട് എന്തോ റിവെഞ്ച് തീർക്കാനുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇവാൻഗോ അവന്റെ അറ്റാക്ക് മാറിക്കടന്ന് അവനെ ആ സ്പോട്ടിൽ വെച്ച് ഒരു പെണ്ണാക്കി മാറ്റി. സോ ഇതാണ് ഇവാൻഗോയുടെ പവർ. ഒരു ആണിനെ പെണ്ണാക്കാൻ പറ്റും, പെണ്ണിനെ ആണാക്കാൻ പറ്റും. മുഴുവനായിട്ടും ഹോർമോൺ വെച്ചുള്ള കളിയാണ്, ഹോർമോൺ മാനിപ്പുലേഷൻ. മനുഷ്യന്റെ ബോഡിയിലുള്ള ഹോർമോൺസിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് അവർക്ക് പവർ കൂട്ടാം, പവർ കുറയ്ക്കാം, ഹീലിംഗ് എബിലിറ്റി കൂട്ടാം, ഹീലിംഗ് എബിലിറ്റി കുറയ്ക്കാം. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവാൻഗോയ്ക്ക് ഈ പവർ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവാൻഗോയുടെ പവർ കണ്ട് നമ്മുടെ ബോൺചാൻ മുട്ടുകുത്തി നിന്ന് പുള്ളിക്കാരിയോട് സഹായം ആവശ്യപ്പെടും. എങ്ങനെയെങ്കിലും ലൂഫി ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. നിന്റെ ഫ്രണ്ടിനെ ഞാൻ ഓൾറെഡി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മജലന്റെ പോയിസൺ കാരണം മരിക്കാനായിരുന്നപ്പോ അവൻ എന്നോട് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചി. അതുകൊണ്ട് ഞാൻ അവന്റെ ഹീലിംഗ് എബിലിറ്റി കൂട്ടിയിട്ടുണ്ട്. എന്ന ഒരു പ്രശ്നമുണ്ട്, അവന് മുഴുവനായിട്ടും ഹീലാവാൻ 2 ദിവസം എടുക്കും. പോരാത്തതിന് ഇപ്പൊ ഞാൻ അവനെ ഒരു ഗുഹയ്ക്കകത്തുള്ള ജയിലിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. കാരണം അവന് ചെയ്ത ട്രീറ്റ്മെന്റ് കൊണ്ട് അവൻ മരണവേദന കൊണ്ട് അലറിക്കരയും. അതുകൊണ്ടാണ് അവനെ ഒരു റൂമിൽ കെട്ടിവെച്ചത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂഫിക്ക് ചെയ്ത ട്രീറ്റ്മെന്റ് കാണിക്കുന്നത്. ഒരു ബെഡില് ഷർട്ടൊക്കെ അഴിച്ച് ലൂഫിയെ കിടത്തി അവന്റെ ബോഡി മുഴുവൻ ചങ്ങല കൊണ്ട് കെട്ടിവെച്ചു. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് കൊണ്ട് നിന്റെ ജീവിതത്തിലെ ഒരു 10 വർഷം നിനക്ക് ഇല്ലാതാവും. കൂടാതെ നീ രക്ഷപ്പെടാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം നീ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. അത് കേട്ട ലൂഫി എന്ത് വന്നാലും കുഴപ്പമില്ല, അവനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. ഉടനെ ഇവാൻഗോ തന്റെ കൈ ഷാർപ്പാക്കി ഒരു ഇഞ്ചക്ഷൻ നീഡില് പോലെ അതുകൊണ്ട് ലൂഫിയുടെ ബോഡിയിലേക്ക് കുത്തിയിറക്കി. ശേഷം അവന്റെ ബോഡിയിലേക്ക് ആ ഹീലിംഗ് ഹോർമോൺസ് കടത്തിവിട്ടു. ഉടനെ ലൂഫി അലറി കരയാൻ തുടങ്ങി. സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം വേദന. 10 മണിക്കൂറുകൾക്ക് മുമ്പ് ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ ബോൺചാൻ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി പോയി. അപ്പൊ ഇവാൻഗോ അവന്റെ ബോഡിയിലുള്ള പോയിസണെ അവന്റെ ബോഡി തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ചെറിയ റിയാക്ഷൻ എന്ന പോലെയാണ് ഈ വേദന. അത്രേ ഉള്ളൂ. എത്ര സിമ്പിൾ ആണല്ലേ. ഇപ്പൊ നമ്മുടെ ബോൺചാൻ ലൂഫി അടച്ചിട്ടിരിക്കുന്ന വാതിലിലെ ഒരു ചെറിയ ഭാഗം തുറന്നു നോക്കുമ്പോൾ കുറച്ചൊരു സെക്കൻഡിന് മാത്രം ബോൺചാൻ ലൂഫിയെ കണ്ടു. അത് കണ്ട ഉടനെ ബോൺചാൻ വരെ പേടിച്ചു പോയി. അതിന്റെ അകത്ത് കിടന്ന് നമ്മുടെ ലൂഫി അത്രയും വേദന അനുഭവിക്കുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ ബോൺചാന് സഹിക്കാൻ പറ്റാതെ ഇവാൻഗോയോട് കരഞ്ഞ് ലൂഫിയെ സഹായിക്കാൻ പറയും. അത് കേട്ട് ഇവാൻഗോ ബോൺചാന്റെ തലയ്ക്കൊന്ന് കൊടുത്തിട്ട്, എടാ മണ്ട, ഞാൻ അവനെ സഹായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവന് ഫുള്ളി റിക്കവർ ആവാൻ 2 ദിവസം വേണ്ടി വരും. ഇത് അവനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്.